കിഴക്കേ ആഫ്രിക്കയിലെ എത്യോപ്യയിൽ ജീവിച്ചിരുന്ന ഗല്ല ഗോത്രവർഗക്കാരായ ആളുകളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീ എന്നും എന്നെ നയിക്കണമേ. നിൻ്റെ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു കൊള്ളാം. നിൻ്റെ മനസ്സിനനുസരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ ക്രമീകരിക്കട്ടെ. വയറു നിറയുമ്പോൾ നീ നെഗളിക്കരുത്. വയറ് കരിയുമ്പോൾ നീ കരയുകയുമരുത്. എൻ്റെ മനസ്സ് നിൻ്റേതുപോലെയാവട്ടെ. ഒരുപക്ഷെ ക്രൈസ്തവമായ ദർശനങ്ങളുടെ ചുവടുപിടിച്ചാകാം ആദിവാസികളുടെ ഈ ഒരു പ്രാർത്ഥന രൂപപ്പെട്ടത് എന്ന് വേണം കരുതുവാൻ. കാരണം ക്രിസ്തീയമായ ദർശനങ്ങളുടെ ഒരംശം അവരുടെ പ്രാർത്ഥനയിൽ നാം കാണുന്നുണ്ട്. ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ആരിലൂടെയും അവിടുന്ന് തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്ന് നമുക്കറിയാം. ദൈവമേ, നീ എൻ്റെ കൂടെ വരണമേ, എന്നോടൊപ്പം സഞ്ചരിക്കണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഭവം എന്ന് പറയുന്നത് ദൈവം നമ്മോടൊപ്പം ആയിരിക്കുന്നു, അല്ലെങ്കിൽ നാം ദൈവത്തോടൊപ്പം ആണ് എന്നുള്ള ഒരു ആത്മീയ ബോധമാണ്. ഈ ഒരു ബോധം ഒരുപക്ഷെ ഇന്ന് കാവ്യാമൃതത്തിലൂടെ നമ്മൾ കേൾക്കുവാൻ പോകുന്ന ഗാനങ്ങൾ നമ്മൾക്ക് നൽകിയേക്കാം. ഈ ഗാനാഞ്ജലിയിലേക്ക്, കാവ്യാമൃതത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വചനങ്ങളിലാണ് നമ്മൾ ഈശോയെ നല്ലിടയനായി കണ്ടെത്തുന്നത്. ഞാൻ നല്ലിടയനാണ് എന്ന് ഈശോ പല പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈശോ നല്ലിടയനാണ് എന്ന് അവിടുന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ഇടയൻ എന്ന് കൃത്യമായി ഈശോ വ്യവച്ഛേദിക്കുകയാണ്. തേടിപ്പിടിച്ച് കാണാതെ പോയ ആടിനെ തിരഞ്ഞു നടക്കുന്ന ഒരിടയൻ, തന്നെ തിരഞ്ഞ് ഒരിടയൻ പിറകെ വരും എന്ന് കരുതി ഒളിച്ചു പോകുന്ന ആടിൻ്റെ ഒരു മനസ്സ് സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സാണ്. അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന ഒരാട്, തന്നോടൊപ്പം കൂടെ സഞ്ചരിക്കുവാൻ ധാരാളം ആളുകളുണ്ട്, ഞാൻ പോകുന്ന വഴിയിലൂടെ ആളുകൾ വരുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അവിടെ പിന്നീട് താൻ തനിച്ചായിപ്പോ എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, തന്നെ രക്ഷിക്കുവാൻ തനിക്ക് കഴിയാതെ പോകുന്നു, തന്നെ രക്ഷിക്കുവാൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ സ്വയം നഷ്ടപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് രക്ഷയുടെ കരവും നീട്ടി ഇടയന വരുന്നു, ഞാൻ ഇടയനാണ്, നിന്നെ കൊണ്ടുപോകുവാൻ രക്ഷിക്കുവാൻ വരുന്ന ഇടയനാണ് എന്ന് പറയുന്ന ഈശോയുടെ സ്വരൂപം. ഇത് ഒരു ക്രൈസ്തവമായ ദർശനത്തിൽ നമുക്ക് പരിചിതമാണ്. എന്നാൽ അക്രൈസ്തവനായ ഒരാൾ ഈ ഒരു ദർശനം സ്വീകരിച്ചുകൊണ്ട് എഴുതിയ അതിമനോഹരമായ വരികൾ സ്വർഗരാജ്യം എന്ന സംഗീതാൽബത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതെഴുതിയത് മറ്റാരുമല്ല, മലയാള സിനിമാ രംഗത്തെ പ്രഗത്ഭനായ ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറാണ്. കെ.എ. ജോസ് മനോഹരമായി ഈണമിട്ട ഈ ഗാനം ദാസേട്ടൻ്റെ സ്വരമാധുര്യം കൂടി ചേർന്ന് അലിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ചത് അതിസുന്ദരമായ ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഇത് തന്നെ തേടി വരുന്ന ഒരു ഇടയനെ കാത്തിരിക്കുന്ന ഒരാടിൻ്റെ, അല്ലെങ്കിൽ പാപം ചെയ്ത് തെറ്റിലാണ്ടുപോയി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് സ്വയം വിചാരിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അടുക്കലേക്ക് രക്ഷയുടെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ കരം നീട്ടി ദൈവം ഇറങ്ങി വരുന്നത് പോലെ ആ ഒരു അനുഭവം നമുക്ക് നൽകുന്നുണ്ട്. പൂവച്ചൽ ഖാദർ എഴുതി കെ.എ. ജോസ് ഈണമിട്ട് ദാസേട്ടൻ ആലപിച്ച മനോഹരമായ ഗാനം ഇന്ന് നമ്മൾ മറ്റൊരു സ്വരത്തിൽ
ശ്രവിക്കുന്നു എങ്കിലും ആ ഗാനത്തിൻ്റെ തീവ്രത ഒട്ടും തന്നെ ചോർന്നു പോയിട്ടില്ല. അതിമനോഹരമായ ഈ ഗാനം പ്രാർത്ഥനാപൂർവം ഒന്ന് കേൾക്കാം. പി. ഭാസ്കരൻ എഴുതി B.A. ചിദംബരനാഥ് സംഗീതം നൽകി ജന്മഭൂമി എന്ന ചിത്രത്തിനു വേണ്ടി 1969 പുറത്തിറങ്ങിയ മനോഹരമായ ഒരു ഗാനം വിണ്ണാലും ലോകപിതാവേ. അത് പല ആവർത്തി കേട്ട് നമ്മൾ ആ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ ധ്യാനപൂർവം സഞ്ചരിച്ചതാണ്. ജോൺ ശങ്കരമംഗലം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ജന്മഭൂമി എന്ന സിനിമ 1969
സൂപ്പർ ഹിറ്റ് സിനിമകളിലൊന്നായിരുന്നു. ക്രൈസ്തവമായ ദർശനങ്ങളെ മലയാള സിനിമകൾ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ദൈവത്തിന് മുമ്പിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന തീവ്രമായ പ്രാർത്ഥനയുടെ ഒരനുഭവം ഈ ഗാനം പകർന്നു നൽകിയിട്ടുണ്ട്. അലകളിൽ ഹൃദയം തവിച്ച് വേദനയോടുകൂടി പിടഞ്ഞു പോകുന്ന മനുഷ്യജന്മങ്ങൾ ദൈവത്തിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന തിരിച്ചറിവ്, തങ്ങളെ രക്ഷിക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന ആശ്രയബോധം ഈ ഗാനം നമുക്കും പകർന്നു നൽകുകയാണ്. MS പത്മ ആലപിച്ച ഈ ഗാനം സിനിമയുടെ ദൃശ്യഭാവങ്ങൾക്കപ്പുറത്ത് ഈ ഗാനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ആസ്വാദനത്തിൻ്റെ അപാരമായ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക. ഭക്തിയോടുകൂടി തന്നെ വേണം ഈ ഗാനം നമ്മൾ കേൾക്കുവാൻ. ക്രൈസ്തവ സഭയിലെ ഏറ്റവും പ്രമുഖനായ ദാർശനികനാണ് വിശുദ്ധ തോമസ് അക്വിനാസ്. തോമസ് അക്വിനാസ് സഭയിൽ ചെയ്ത സേവനം അദ്ദേഹത്തിൻ്റെ 60 പുസ്തകങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയ രക്ഷാകര രഹസ്യങ്ങളെ ദാർശനികമായ ചിന്തയുടെ സഹായത്തോടുകൂടി വളരെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നിൻ്റെ കൃപാവരം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ. ശ്രവിക്കുന്ന ഹൃദയം, വളരെ സ്വാതന്ത്ര്യം അർഹിക്കുന്ന ഹൃദയം, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്ന ഹൃദയത്തെ അദ്ദേഹം പല രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ഹൃദയമാണ് ദൈവികമായ ചിന്തകളുടെ, മാനുഷികമായ ചോദനകളുടെ ഉറവിടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഹൃദയം ദൈവത്തിനാലയം എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ശ്രവിക്കുവാൻ പോകുന്ന ഗാനം മനോഹരമായ ഈ ഒരു ദർശനത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പാപമാലിന്യമില്ലാത്ത ഹൃദയത്തിൽ ദൈവം തൻ്റെ മാളിക പണിയുന്നു എന്നാണ് ഈ ഗാനത്തിൻ്റെ രചയിതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദർശനം. ആ മാളികയിൽ ദൈവം വസിക്കുന്നു. പാപമില്ലാത്ത ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. എൻ്റെ ഹൃദയത്തെ നീ പാപമില്ലാത്തതാക്കണമേ എന്ന അക്യുനാസിൻ്റെ പ്രാർത്ഥന പോലെ ഈ ഗാനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും പാപങ്ങളിൽ നിന്നും മുക്തമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥനയോടുകൂടി അപേക്ഷിക്കാം. മാലിന്യമേശാത്ത മാനസം തോറും തൻ
നമുക്ക് നൽകുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങൾ. അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ മുമ്പിൽ അവിടുന്ന് അവതരിപ്പിക്കുക എന്ന് നമുക്കറിയില്ല. അപ്രതീക്ഷിതമായ ഒരു ഗാനമായിരിക്കാം ദൈവത്തെ അറിയുവാനുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറക്കുക. ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരാളാവാം നമ്മുടെ മുമ്പിൽ ദൈവസ്നേഹത്തിൻ്റെ അവതാരകരാവുക. നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും നമുക്ക് ഈയൊരു വഴി തുറന്നു കിട്ടാം. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, ശുദ്ധമായ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞു വയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ, നമ്മോട് ഇടപെടുന്ന എല്ലാവരിലും ദൈവസ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നിറയ്ക്കുവാൻ നമുക്ക് കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡ് ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ ദൈവാനുഭവത്തിൻ്റെ വ്യത്യസ്തമായ വഴികളിലൂടെ സ്വയം നടക്കുവാനും മറ്റുള്ളവരെ കൈപിടിച്ചു നടത്തുവാനുമുള്ള കൃപ ലഭിച്ചിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഗാനങ്ങൾ ആ വഴികളിലൂടെ നമ്മളെ നടത്തിയിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വഴി നമ്മുടെ മുമ്പിൽ തുറന്നു വന്നിട്ടുണ്ടാവാം. ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കുവാൻ, ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുവാൻ ഈ ഗാനങ്ങൾ നമ്മളെ പ്രാപ്തരാക്കിയെങ്കിൽ അത് ദൈവത്തിന് സ്തുതി തന്നെയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ കാവ്യ